29 ദിവസം നീണ്ടുനിന്ന ലോ അക്കാദമി സമരം അവസാനിപ്പിച്ചു. കാലതാമസം കൂടാതെ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കും എന്ന വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് ഉറപ്പ് നൽകി. വ്യവസ്ഥകളിൽ നിന്ന് മാനേജ്മെന്റ് വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ്. ലോ അക്കാദമിയിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അരുൺ, 29 ദിവസം നീണ്ട ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം അവസാനിച്ചിരിക്കുകയാണ്. സമരം അവസാനിപ്പിച്ച എല്ലാവരും ലോ അക്കാദമിക്ക് മുന്നിൽ നിന്നും മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആഘോഷ പ്രകടനങ്ങൾ ഇപ്പോഴും ലോ അക്കാദമിക്ക് മുന്നിൽ തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ലക്ഷ്മി നായരെ മാറ്റാം എന്ന കാര്യത്തിൽ രേഖാമൂലമുള്ള ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നു. മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ലക്ഷ്മി നായരെ മാറ്റുമെന്നും പുതിയ പ്രിൻസിപ്പളെ നിയമിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് രേഖാമൂലം എഴുതി നൽകിയിരിക്കുന്നു. ഒപ്പം ഇന്നുണ്ടായ ചർച്ചയിലെ തീരുമാനങ്ങളിൽ മാനേജ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ആ തീരുമാനങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരോ ഇടപെടുമെന്നും വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ഈ ഉറപ്പിന്മേലാണ് 29 ദിവസം നീണ്ടുനിന്ന വിദ്യാർത്ഥികളുടെ സമരം അവസാനിക്കുന്നത്. വിദ്യാർത്ഥി ഐക്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥികളുടെ സമരം അവസാനിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് ഐക്യദാർഢ്യവുമായി സമരരംഗത്തെത്തിയ രാഷ്ട്രീയ നേതൃത്വങ്ങളും സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. നിരാഹാര സമരം നടത്തിയിരുന്ന സ്ഥലം എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ 3 മണിയോടുകൂടി നിരാഹാര സമരം അവസാനിപ്പിച്ചു. ബി.ജെ.പി. നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ പി.വി. രാജേഷും തന്റെ നിരാഹാര സമരം ഉച്ചയോടുകൂടി അവസാനിപ്പിച്ചു. ഇത്തരത്തിൽ ലോ അക്കാദമിക്ക് മുന്നിൽ നടന്ന സമരങ്ങളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. നേരത്തെ 29 ദിവസം നീണ്ട സമരങ്ങൾക്കിടെ പല ഒരു ലോ അക്കാദമി മാനേജ്മെന്റും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും തമ്മിൽ ചർച്ചയും നടക്കുകയുണ്ടായി. ഈ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇന്ന് 29-ാം ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ സമരം അവസാനിക്കുന്ന രീതിയിലുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. സമരം അവസാനിപ്പിക്കുന്നു എന്ന അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടി എന്ന വാർത്ത ചർച്ചയ്ക്കിടെ ആ വാർത്ത അക്കാദമി മുറ്റത്തേക്ക് സമരപന്തലിലേക്ക് എത്തിയപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ആഘോഷ പ്രകടനങ്ങൾ തുടങ്ങിയിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. അരുൺ, ജിതിൻ, അതെ, SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ശബ്ദ സംരക്ഷണത്തിലേക്ക് തത്സമയം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായി, അതിലേക്ക് തന്നെ മടങ്ങി വരാം. എന്തായാലും 29 ദിവസം നീണ്ട സമരത്തിനാണ് ഇന്ന് സമാപനം ആയിരിക്കുന്നത്. 29 ദിവസം നീണ്ടുന്ന ലോ അക്കാദമി സമരം അവസാനിപ്പിച്ചു. കാലതാമസം കൂടാതെ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കും എന്ന വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് ഉറപ്പ് നൽകി. വ്യവസ്ഥകളിൽ നിന്ന് മാനേജ്മെന്റ് വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉറപ്പ് നൽകിയത്. ലോ അക്കാദമിയിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യും. ജിതിൻ ചന്ദ്രൻ ലോ അക്കാദമി ക്യാമ്പസിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. ജിതിൻ, ഈ പുതിയ ഏതെങ്കിലും കരാർ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ SFI അന്ന് സമരം അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ഈ പുതിയ കരാറിലേക്കുള്ള ദൂരം എന്താണ് വ്യത്യാസം? അരുൺ, നേരത്തെ മാനേജ്മെന്റ് SFIയുമായി നടത്തിയ ചർച്ചയിൽ നൽകിയ അതേ ഉറപ്പുകൾ തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കുക, അല്ലെങ്കിൽ കാലപരിധി നിശ്ചയിക്കാതെ സ്ഥിരമായി അവരെ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക എന്നതായിരുന്നു. ആ കാര്യങ്ങൾ കഴിഞ്ഞ SFIയുമായി മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിൽ തന്നെ 5 വർഷത്തേക്ക് പ്രിൻസിപ്പളെ മാറ്റി നിർത്തും എന്ന കാര്യം സ്പഷ്ടമായി അവർക്ക് SFIക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇന്ന് പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ലക്ഷ്മി നായരെ മാറ്റും, ഒപ്പം പുതിയ പ്രിൻസിപ്പളെ നിയമിക്കും. ഒപ്പം മറ്റ് കാര്യങ്ങൾ, മറ്റാവശ്യങ്ങൾ മാനേജ്മെന്റ് നൽകിയ ഉറപ്പ്, ഈ ഉറപ്പ് എന്തെങ്കിലും ലംഘിച്ചാൽ സർക്കാർ ഇടപെടും എന്ന കാര്യമാണ് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഒപ്പുവെച്ചുകൊണ്ട് രേഖാമൂലം ഉറപ്പ് നൽകിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ലക്ഷ്മി നായർ മാറി നിൽക്കുമെന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. യൂണിവേഴ്സിറ്റി അവരെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്നു. തുടർന്ന് 5 വർഷത്തേക്ക് അവർ മാറി നിൽക്കുമെന്ന കാര്യം SFIയുമായി നടന്ന ചർച്ചയിലും മാനേജ്മെന്റ് ഉറപ്പ് നൽകുന്നു. ഇപ്പോഴും പ്രിൻസിപ്പൽ മാറി നിൽക്കും എന്ന ഉറപ്പ് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. കാലപരിധി നിശ്ചയിക്കാതെയാണ് ലക്ഷ്മി നായരെ മാറ്റുന്നത് എന്ന കാര്യം ഈ കരാറിലും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് രേഖാമൂലം നൽകിയ ഉറപ്പിലും സ്പഷ്ടമാക്കുന്നില്ല. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റും, പകരം പുതിയ പ്രിൻസിപ്പളെ നിയമിക്കും. ഒപ്പം തുടർന്നുള്ള കാര്യങ്ങളിൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് സർക്കാർ ഇടപെടുമെന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായ കരാറിലും വിദ്യാർത്ഥികൾക്ക് എഴുതി നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നേരത്തെ SFIയുമായി നടത്തിയ ചർച്ചയിൽ
മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ നിൽക്കുന്ന അതാണ്. കാരണം ഈ നേരത്തെ SFIയുടെ ഉറപ്പ് അക്കാര്യത്തിൽ തന്നെ ആയിരുന്നല്ലോ, 5 വർഷം മാറി നിൽക്കും എന്നുള്ളത്. ഇവിടെ ഇവർക്ക് കാര്യം മാത്രമാണ് ഇപ്പോൾ 29 ദിവസം നീണ്ട സമരത്തിനാണ് അവസാനം ആകുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തി അതിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ജിതിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജിതിൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ SFIക്ക് നൽകിയ ഉറപ്പ് അത് 5 വർഷം ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട